പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ജീവിത ഭാരവുമേന്തി ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. ഞങ്ങളുടെ ഭൂമുഖത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്തു നിന്നും യുദ്ധങ്ങളും കലഹങ്ങളും പാടെ തുടച്ചു മാറ്റണമേ. അമ്മേ മാതാവേ, വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളം അമ്മയുടെ ഭദ്രമാകുന്ന നീളം മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലുമായിരിക്കാൻ തക്കവിധം ഇടയാക്കണമേ. കുറവുകൾ ക്ഷമിപ്പാനുള്ള മനസ്സ് കൊടുക്കണമേ. നല്ല അധികാരികളെ നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവരെയും പേരുപേരായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗക്കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ. അമ്മേ മാതാവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും കണ്ണുനീരിന്റെ മേൽ അലിവായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ. കടക്കണിയിൽ അകപ്പെട്ടു പോയവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മുൻപോട്ടൊരു വഴി എന്തെന്ന് പോലും അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ആ മക്കൾക്ക് എല്ലാവർക്കും വഴി തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സ്വന്തം ദേശത്തേക്ക് തിരികെ വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തം ദേശത്തെത്തുവാൻ തക്കവിധം അവരെ ഓരോരുത്തരെയും ഇടയാക്കണമേ. വിദേശത്തേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ തടസ്സ മേഖലകളിൽ നിന്നും ഓരോ മക്കളെയും രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ ഒപ്പമായിരിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഒരു കുഞ്ഞു പോലും വേദനയിലും ദുഃഖത്തിലും കണ്ണുനീരിലും ആയി പോകുവാൻ സമ്മതിക്കരുതേ. സ്വർഗത്തിന്റെ വാതിൽ അവർക്ക് നേരെ തുറക്കണമേ. അനുഗ്രഹത്തിന്റെ വാതിൽ അവർക്ക് നേരെ തുറക്കണമേ. പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമാധാനമായ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, നഷ്ടപ്പെട്ടു പോയ അവരുടെ സന്തോഷത്തെ വീണ്ടെടുത്തു കൊടുക്കണമേ. സ്വർഗത്തിന്റെ വാതിൽ അവർക്ക് നേരെ തുറക്കണമേ. കണ്ണീരോടെയുള്ള പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ. ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. ഉടമ്പടി ജീവിതം നയിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, വഴിയറിയാതെ നിൽക്കുന്ന മക്കൾക്ക് വഴിയുടെ വാതിലുകൾ തുറക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ഭാരങ്ങളെ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി മേഖലകളെ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പോക്കിലും വരവിലും വാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ കാവലായി തുണയായി കൂടെ നിൽക്കണമേ. അമ്മേ മാതാവേ, സ്വർഗത്തിന്റെ ശാന്തി സമാധാനവും ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഒഴുക്കണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ വേദനകളെയും ലോകമെമ്പാടും അനുഭവിക്കുന്ന എല്ലാ മക്കളുടെ ദുരിതങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മയെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും കണ്ണുനീരിനെ ഒന്ന് കാണണമേ. അമ്മ മാതാവേ,
ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും ജീവിത ഭാരങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയെ കൂടുതൽ അടുത്തറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഞങ്ങൾ പാപികളും ഏഴകളുമാണ്, ഞങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടമ്മേ. എങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങേ പുത്രന്റെ മക്കളാണല്ലോ, അമ്മയുടെ മക്കളാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കണമേ. അമ്മേ മാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ജീവിതമാണ് അമ്മേ, നല്ല വിജയം കൈവരുപ്പാൻ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും ജീവിതാവശ്യങ്ങൾ അറിഞ്ഞ് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.